ഷെർലക് ഫോക്സ്. ആനക്കരടി അറ്റാക്ക്. ആനയുടെ പൊക്കമുള്ള കരടി വഴിയാത്രക്കാരെ ആക്രമിക്കുന്നു. ടിവിയിൽ ഫ്ലാഷ് ന്യൂസ്. സാധാരണ കരടിയുടെ ഇരട്ടി പൊക്കമുള്ള ഈ കരടി രാത്രി വഴിയിലേക്ക് ഇറങ്ങുന്നുവത്രേ. 1-2 പേർ കണ്ടു. കണ്ണുകൾ തീക്കട്ട പോലെ തിളങ്ങുന്നുണ്ടത്രേ. ഏതോ ചാനൽ ആ ജീവിക്ക് ആനക്കരടി എന്നു പേര് കൊടുത്തു. അരമണിക്കൂറിനകം എല്ലാ ചാനലുകാരും ആ പേര് കോപ്പി അടിച്ചു കൊടുത്തു. ആനക്കരടിയുടെ അറ്റാക്ക്. സാധാരണ ഇത്തരം ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നാൽ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും സ്ഥലത്തെത്തും. പിന്നെ രാപ്പകലില്ലാതെ അവിടെ നിന്നുകൊണ്ട് റിപ്പോർട്ടിംഗ് ആവും. എന്നാൽ ഈ കേസിൽ അവിടെ ഒരുത്തനുമില്ല. അല്ലെങ്കിലും റിപ്പോർട്ടർമാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. ചുമ്മാ ആനക്കരടിയുടെ മുന്നിലേക്ക് ചെന്നു കയറുന്നത് ബുദ്ധിയല്ലല്ലോ. ആകെ കാണിക്കുന്നത് ഏതോ CCTV ക്യാമറയിൽ പതിഞ്ഞ വിഷ്വൽസ് ആണ്. വെളിച്ചം തീരെ കുറഞ്ഞത്. മരത്തിനു പിന്നിൽ നിന്ന് വഴിയിലേക്ക് പതുക്കെ ഇറങ്ങുന്ന ആനക്കരടിയെ അതിൽ കാണാം. പേടിച്ചോടുന്ന ഒരു കഴുതയെയും. ഇതുതന്നെ 100-500 തവണ കാണിച്ചു കഴിഞ്ഞു. വേറെ വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുമ്പോഴാണ് ഷെർലക്കിൻ്റെ ഫോൺ വരുന്നത്. റാറ്റ്സൺ, ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ? ബെസ്റ്റ്. തിയേറ്ററിലേക്കുള്ള വഴിയിലാണ് ആനക്കരടിയുടെ അറ്റാക്ക്. പക്ഷെ വരുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? പേടി കാണിച്ചാൽ മോശമല്ലേ? സിനിമയ്ക്ക് പോയി. പക്ഷേ സിനിമയൊന്നും ഞാൻ ശരിക്കു കണ്ടില്ല. എൻ്റെ മനസ്സിൽ മൊത്തം ആനക്കരടിയായിരുന്നു. മടക്കത്തിൽ ആനക്കരടി സ്പോട്ടിലെത്തിയപ്പോൾ ഷെർലക് വണ്ടി നിർത്തി. എന്നിട്ട് ചുറ്റും നോക്കി. അയ്യോ, അതാ ഇറങ്ങി വരുന്നു ആനക്കരടി ഞങ്ങളുടെ നേരെ. ഞാൻ ബോധം കെടാൻ റെഡിയായി നിന്നു. അപ്പോൾ ഷെർലക് മുന്നോട്ട് ചെന്ന് 1.5 മീറ്റർ പൊക്കത്തിൽ ഒറ്റ ചാട്ടം, ഒരു തൊഴി. ആനക്കരടി റോഡിൽ വീണു. അതു ശരി, ഇതൊരു സാധാരണ കരടിയാണല്ലോ. തലയ്ക്കു മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് കരടി പ്രതിമ വെച്ചു നടന്നതാണ്. കണ്ണു തിളങ്ങാനായി ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. സോറി, ഞാനൊരു തമാശയ്ക്ക്. കരടി ഷെർലക്കിൻ്റെ കാലിൽ വീണു. ഇതെങ്ങനെ പിടികിട്ടി? ഞാൻ ചോദിച്ചു. ഷെർലക് പറഞ്ഞു, ഈ പ്രതിമയ്ക്ക് നല്ല ഭാരമുണ്ട്. ഭാരം എടുത്തു നടക്കുന്നവരുടെ കാലുകളുടെ ചലനം ഒറ്റ നോട്ടത്തിൽ അറിയാം. വീഡിയോയിൽ ഇവൻ്റെ നടപ്പ് കണ്ടപ്പോഴേ തലയിൽ ഭാരമുണ്ടെന്ന് എനിക്ക് പിടികിട്ടി.